മുജാഹിദ് സുഹൃത്തുക്കളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ ബിദ്അത്തിന്റെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ നേതാക്കൾ അവരെ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇസ്ലാമാണെന്ന് വിചാരിച്ച് നമ്മൾ ഉൾക്കൊണ്ടാൽ അത് ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ പ്രയാസമൊന്നും ഉണ്ടാക്കിക്കൊള്ളണമെന്നുണ്ടാകില്ല. അത് നമ്മുടെ ആഖിറത്തെ ബാധിക്കും. അല്ലാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2-3 കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം, അവൻ അഹദ് ആണ്, അവൻ ഏകനാണ്, അവൻ സ്വമദ് ആണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഅമ്മ തൻസീഹു ഫല്ലദി യദുല്ലു അലൈഹി അലാ അന്നഹു ലൈസ ബിജിസ്മിൻ വലാ ഫീ മക്കാനിൻ ഖൗലുഹു ഖുൽ ഹുവല്ലാഹു അഹദ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികൾക്കുണ്ടാകുന്ന ഒരു വിശേഷണവും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒരു സ്ഥലത്ത് ഇരിക്കുക, ആകാശത്തിലാവുക, ഭൂമിയിലാവുക എന്നൊക്കെ പറയുന്നത്, ഇരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറയുന്നത് അതൊരു സൃഷ്ടിയുടെ വിശേഷണമാണ്. അല്ലാഹു ഒരു സ്ഥലത്താണ്, ഒരു ഭാഗമുണ്ട്, അവൻ അർശുമേ ഇരിക്കാണ്, അവൻ ആകാശത്തിലാണ് എന്ന് ഒരാൾ വാദിച്ചാൽ അത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിന്, വിശുദ്ധ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അവതരിക്കപ്പെട്ട സൂറത്തു തൗഹീദിനെതിരാണ് എന്ന് മഹാന്മാരെല്ലാവരും നമ്മളെ പഠിപ്പിക്കുകയാണ്. ആകാശത്താണ് എന്ന് വിശ്വസിച്ചാൽ അത് ഖുൽ ഹുവല്ലാഹുവിനെതിരാണ് എന്നാണ്. അപ്പൊ ഇത് മുജാഹിദീങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുപരിയിലാണ്, ആകാശ ലോകത്താണ് അല്ലെങ്കിൽ ആകാശത്തിലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് മുജാഹിദീങ്ങൾ മാത്രമുള്ള വിശ്വാസമല്ല, അത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ളതാണ്. അമിൻതും മൻ ഫിസ് സമായി. പോയിട്ട് സൂറത്ത് മുൽക്ക് എടുത്ത് മറച്ചു വെക്കാം. മൻ ഫിസ് സമായി എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളവൻ. യഖാഫുന റബ്ബഹും മിൻ ഫൗഖിഹിം, അവിടെ മുകളിലുള്ള അല്ലാഹുവിനെ അവർ ഭയപ്പെടുന്നു. അവിടെ മുകളിലുള്ള മിൻ ഫൗഖിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ സ്ത്രീയോട്, അടിമ പെണ്ണിനോട് ചോദിച്ചില്ലേ ഐനല്ലാഹ്? ഈ മുസ്ലിയാരോടാണ് ചോദിക്കണമെങ്കിൽ എന്താ പറയാ? ഉത്തരം പറയാൻ പാടില്ല, ഖുൽ ഹുവല്ലാഹുവിനെതിരല്ലേ. ആ പെണ്ണ് അശാറ ഇലസ്സമാ, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ഇത് ഹദീസിലുള്ളതല്ലേ? ഇത് മാത്രമല്ല, ഇത് മുജാഹിദുകൾ മാത്രം പറഞ്ഞതാണോ? സമസ്തക്കാരെ എഴുതിയിട്ടില്ലേ? അല്ലാഹ് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അന്നേരം ഭൂമി വിറക്കുകയും ചെയ്യില്ല, നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? ആകാശത്തുള്ളവൻ, ഇയാളെ പറഞ്ഞെന്താ? അല്ലാഹ് ആകാശത്തുള്ളവൻ എന്ന് പറയാൻ പാടില്ല, അത് ഖുൽ ഹുവല്ലാഹുവിനെതിരാണ് മുജാഹിദീങ്ങളെ. അതുകൊണ്ട് നിങ്ങളെ വാദം തിരുത്തിക്കണം കേട്ടോ. ഇനി മാത്രമല്ല, വീണ്ടും എഴുതാൻ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. മൻ ഫിസ് സമാ, ആകാശ ലോകത്ത്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അള്ളാഹുവിന്റെ 7 ആകാശത്തിനുള്ളിലാണെന്ന്. അസമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപരിയിൽ, നമ്മുടെ മുകളിൽ. അതാണ് മുജാഹിദീങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് മാത്രമല്ല, വീണ്ടും അവിടെ തഫ്സീറിൽ ഇതാണ്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം മുജാഹിദീങ്ങൾക്ക് ഇങ്ങോട്ട് തൗഹീദ് പഠിപ്പിക്കുന്ന മുസ്ലിയാരെ മനസ്സിലാക്കിക്കോളി. നിങ്ങളുടെ അള്ളാഹുവിന്റെ വിശ്വാസം അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ്. ജഹ്മിയത്തിന്റെയും അതുപോലെ തന്നെ തനിച്ച സൂഫിസത്തിന്റെയും അദ്വൈതത്തിന്റെയും കുഫ്രിയത്തിന്റെയും വിശ്വാസമാണ് സമസ്തന്റെ അള്ളാഹുള്ള വിശ്വാസം. ഞാൻ ഓരോന്നോരോന്ന് തെളിയിച്ചു തരാം. എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഇസ്തിവാനെ സംബന്ധിച്ച് സമസ്തന്റെ വിശ്വാസം എന്താ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. വിശുദ്ധ ഖുർആനിൽ പലതവണ അല്ലാഹ് പറഞ്ഞതല്ലേ, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്, അതിനെ വിശദീകരിച്ചത് എന്താണ്? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് പറഞ്ഞാൽ വഅന്നൽ മസ്ലകൽ അസ്ലമ ഫീ ദാലിക ത്വരീഖത്തു സലഫ്, അതും സലഫികളുടെ രീതിയാണ് ഏറ്റവും നല്ല രീതി. എന്താണത്? ഇംറാറു മാ ജാഅ ഫീ ദാലിക മിനൽ കിതാബി വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാഹുവിന്റെ സിഫാത്തുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിൻ ഗൈരി തക്യീഫിൻ, രൂപം പറയാൻ പാടില്ല, വലാ തഹരീഫിൻ, അർത്ഥം മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാറ്റാൻ പാടില്ല, വലാ തശ്ബീഹിൻ, സാദൃശ്യപ്പെടുത്താൻ പാടില്ല, വലാ തഅത്തീലിൻ, നിഷേധിക്കാൻ പാടില്ല, വലാ തംതീലിൻ, ഉദാഹരിക്കാൻ പാടില്ല. ഇങ്ങനെ വിശ്വസിക്കണം. ഇങ്ങനെ 100% വിശ്വസിക്കുന്നവരാണ് സലഫികൾ. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ?
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളിൽ ഏതെങ്കിലും ഒരു സിഫാത്തിനെ ഇടവണയിൽ പ്രസംഗിച്ച് മുസ്ലിയാരോട് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ സിഫാത്തുകൾപ്പെട്ട ഏതെങ്കിലും ഒരു സിഫാത്തിനെ പൂർവീകരായ സലഫ് സ്വാലിഹികൾ മനസ്സിലാക്കിയതുപോലെയല്ലാതെ സലഫികൾ മനസ്സിലാക്കിയതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും? ഇതിപ്പോ നിങ്ങൾ ഞമ്മക്ക് തൗഹീദ് എടുപ്പിക്കാം. അള്ളാഹു, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അഖീദ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നതിൽ നിങ്ങളുടെ അഖീദ ജഹമിയത്തിന്റെ അഖീദയാണ്. ജഹം ബിൻ സഫ്വാൻ ഉണ്ടാക്കിയ വാദമാണ് നിങ്ങളുടെ തഫ്സീർ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. കേട്ടോ, എന്താ തഫ്സീർ എഴുതിയറിയോ? പൂർവികരായ മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിൽ ശരിയായി ഇരുന്നു. ആരാ പറഞ്ഞത്? ഇത് മുജാഹിദികൾ എഴുതിയല്ല. ഇയാൾ പറഞ്ഞത് ഇരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഖുലുല്ലാഹു തിരിയാത്തവനാണ്. അതാദ്യം ഈ ഖുർആൻ പരിഭാഷയെ നിങ്ങൾക്ക് സമസ്തക്കാർ പഠിപ്പിച്ചു കൊടുക്കി. ഇരുന്നു എന്ന അർത്ഥം ഇവിടെ നൽകിയിരിക്കുന്നു. തഫ്സീറുൽ ജലാലൈൻ, അൽ അറാഫ്, അതുപോലെ തന്നെ യൂനുസ്, ഫുർഖാൻ, അൽ ഖസസ് എന്നീ ആയത്തുകൾക്ക് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ. എന്നാൽ ഇരുന്നു എന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഒട്ടും ചിന്തിക്കേണ്ടതില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രക്രിയ അല്ല അള്ളാഹുവിൻ്റെത്. അവൻ സൃഷ്ടികളുമായി കൊണ്ട് യാതൊരു സാദൃശ്യവും ഇല്ലാത്തവനാണല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന ഈ അസ്പൃഷ്ടതയും സംശയം ദൂരീകരിക്കാനാണ് പിൽക്കാല മഹാന്മാർ ആധിപത്യം ചെലുത്തിയെന്നും കീഴടക്കിയെന്നും ഇവളുടെ അർത്ഥം ഇവിടെ നൽകിയിരിക്കുന്നത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞപ്പോ ജഹം ബിൻ സഫ്വാൻ എന്ന് പറയുന്ന പിഴച്ച കക്ഷിക്കാരൻ പറഞ്ഞു അവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല, അധികാരം പിടിച്ചു എന്നാണ് അർത്ഥം. ആ അർത്ഥമാണ് സമസ്തന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ വൽ ഈമാനു ബിഹി വാജിബുൻ വൽ ബഹ്തു അൻഹു കുഫ്റുൻ. ഇത് വിശ്വസിക്കുന്നവരാണ് സലഫികൾ. നിങ്ങൾ പറഞ്ഞ എന്താ? ഇസ്തവ എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചു. അതാര് പറഞ്ഞ അർത്ഥാണ്? അത് ജഹ്മികൾ പറഞ്ഞ അർത്ഥമാണ്. കാരണം ഇസ്തവ എന്നുള്ളത് ഭാഷയിലും അർത്ഥമില്ല, ശരീഅത്തിലും അർത്ഥമല്ല. അപ്പൊ നിങ്ങൾ ജഹ്മിയത്തിന്റെ വാദത്തിലാണ്. ഇനി കേട്ടോ, ഇനി മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ നിങ്ങൾ എത്രയാണ് യൻസിലു റബ്ബുന തബാറക വ തആല, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരൊറ്റ സഹാബിയും റസൂലാണ് ചോദിച്ചു, നബി ഇവിടെ പകലാകുമ്പോ അമേരിക്കയിൽ രാത്രിയല്ലേ, അമേരിക്കയിൽ രാത്രിയാകുമ്പോ ഇവിടെ പകലല്ലേ, എന്താ പേരോട് മുസ്ലിം പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു എപ്പോഴാ അറശിലിരിക്കുക? അള്ളാഹ്ക്ക് കയറി പോകാൻ നേരണ്ടാകുമോ? ഇത് അഹ്ലുസുന്നന്റെ രീതിയാണോ? അതല്ല ജഹ്മിയത്തിന്റെയും മുൽഹിദത്തിന്റെയും ഇസ്ലാമിനെ പരിഹസിക്കുന്ന, നിഫാഖുള്ള, മനസ്സിൽ കാപട്യം കൊണ്ടു നടക്കുന്ന സിന്ദീഖ്യങ്ങളായ ആളുകളുടെ ചോദ്യമാണിത്. ഇതൊറ്റ സഹാബത്തും ചോദിച്ചിട്ടില്ല. മുത്തവാത്തിറായ ഹദീസാണ്. നിങ്ങൾക്ക് മുത്തവാത്തിർ ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ മുത്തവാത്തിനും വിശ്വസിക്കണില്ല, അള്ളാന്റെ ഖുർആനും വിശ്വസിക്കണില്ല. ഇനി മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ? ഇവർക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കേട്ടോളി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയണം, പിന്നെ നിങ്ങൾ പതിയുടെ മുമ്പിൽ അവതരിപ്പിക്കൂ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി കേട്ട് സ്വാത്വികനായ ആ പണ്ഡിതൻ തന്നെ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതി എതിർക്കാനാണ് വന്നത്. പതി അള്ളാഹു ഒരുവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കുമെന്നായിരുന്നല്ലോ താങ്കൾ പറഞ്ഞ മറുപടി. പതി അറിയണ അല്ല ഒന്നുള്ളൂ പറഞ്ഞാൽ അല്ല രണ്ടുണ്ടെന്ന് പറയും. സമസ്തന്റെ നേതാക്കന്മാരാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരും. ഇനി കേട്ടോ, എൻ കൗമിയം, നിങ്ങളുടെ ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് പറയാണ്, എന്താ നിങ്ങളുടെ അള്ളാഹുള്ള വിശ്വാസം കേട്ടോളി. നിങ്ങൾ ഖുൽഹുവല്ലാഹു ശരിക്കും ഓതി പഠിച്ചോളി. എന്താ പറയുന്ന അറിയോ? ഇതാ, പണ്ഡിതന്മാർ, ഭക്തന്മാരായ പണ്ഡിതന്മാര് അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഖുശൂ ഉള്ള പണ്ഡിതന്മാരാണ്. അതേ സമയത്ത് ഈ സമസ്തന്റെ വിശ്വാസം എന്താ അറിയും? ഇൽമുള്ള ഖുശൂ ഉള്ള പണ്ഡിതന്മാരെ പടച്ചോൻ പേടിക്കണ്. അപ്പൊ ആരാ വലുത്? നിങ്ങളെ സമസ്തന്റെ ഈ ഉള്ളാർത്ഥങ്ങളും കാന്തപുരക്കാണ് പടച്ചോനേക്കാട്. നിങ്ങളപ്പോ അള്ളാഹുള്ള വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരാൻ വരുന്നത്. ഇനി മാത്രമല്ല, ഇത് ഈ കേക്ക് വിഭാഗം എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നിങ്ങളുടെ ഇതെന്താ അറിയോ? ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന
സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്ന നിങ്ങളുടെ സാഹിത്യ തറവാട്ടിലെ കാരണവറായിട്ടുള്ള ആൾ എഴുതിയ പുസ്തകമാണ് KVM ബന്താവൂർ. നിങ്ങൾ റിസാല മാസികയിലൊക്കെ ഇയാളെ പറ്റി പറഞ്ഞു തരും. സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. ഇതിലിപ്പോ ഇത് അബ്ദുൽ കരീം ജീലി എന്ന് പറയുന്ന സൂഫിയുടെ കിതാബ്. ഇത് ബന്താവൂർ എഴുതിയല്ല, ഇത് ബന്താവൂർ പരിഭാഷപ്പെടുത്തിയതാണ്. ഈ സൂഫിയുടെ കിതാബ് ശരിക്കും കേട്ടോളൂ സമസ്തക്കാർ. കുല്ലുള്ളാഹൊക്കെ 10 ഓതി പഠിച്ചോളൂ. മനസ്സിലായില്ലേ? ഇതാ എന്താണിത്? ഇതിന്റെ 89ാമത്തെ പേജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം പറയുന്ന വിശ്വാസം എന്താ അറിയും? ഇതൊക്കെ നാവുകൊണ്ട് വായിച്ചാൽ കാഫറായി പോകും. അത്രയും കുഫറ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓലതലും കുല്ലുള്ളാഹു ഓതിയല്ലേ, നമുക്ക് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് വായിക്കാം. കേട്ടോളൂ. സ്വർഗത്തിലുള്ള കാര്യം, ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതുമായ സുഖങ്ങളാണ് അവിടെയുള്ളതെന്ന്. അതിൽ ഏറ്റവും വലിയ സുഖം പ്രേമലഹരി എന്ന കള്ളും പ്രേമഭാജനത്തെ ബ്രാക്കറ്റിൽ അള്ളാഹുവിനെ പ്രേമഭാജനത്തറ കാമുകി. ഇപ്പൊ അള്ളാഹ് സമസ്തക്കാരെ കാമുകിയാണ്. നഊദു ബില്ലാഹ്. ഇത് സാഹിത്യ തറവാട്ടിലെ കാരണരോട്ടെ എഴുതിയത്. കാരനോട് തിരുത്തി കൊടുത്താണ്. ആ അള്ളാഹുവിനെ പ്രാപിക്കലെന്ന സംഭോഗവും തന്നെ നഊദു ബില്ലാഹ് കാമുകിയുമായിട്ടുള്ള സംഭോഗം സ്വർഗത്തിൽ നിന്ന് കിട്ടും. ആ കാമുകിയരാണ്? അള്ളയാണ്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസങ്ങളൊക്കെ ഉല്ലല്ലാഹുവേ 100 ഓതി പഠിച്ചോ. ഇതൊക്കെ മലയാളത്തിൽ ഇതൊന്നും ഞങ്ങൾ എവിടെയും വായിക്കലില്ല സാധാരണ. മനസ്സിലായില്ലേ? ഇമ്മാരി നിങ്ങൾ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസമൊക്കെ വായിക്കാൻ നിന്നുണ്ടല്ലോ, മനുഷ്യന്മാര് ചെവിട് പൊത്തിയിട്ട് എവിടേക്കാ പോയാണ്ട് വെച്ചിട്ടാവും. അത്രയും വലിയ കുഫ്രിയത്തിന്റെ വാദം. ഇനി സാമ്പിൾ പിന്നെയും വായിച്ചു തരാം. ഇത് കേട്ടോ, 122ാമത്തെ പേജിൽ 122ാമത്തെ പേജിൽ വീണ്ടും പറയാണ്. എന്താ പറഞ്ഞറിയോ? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് വായിക്കാണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ലയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മീശ മുളക്കാത്ത പയ്യന്റെ രൂപത്തിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടു. ഇതിന്റെ 147ാമത്തെ പേജിൽ കാണാം. ഒരു മീശ മുളക്കാത്ത പയ്യന്റെ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ കണ്ടു. ഇതൊക്കെ എഴുതി വെച്ച ആൾക്കാരാണ് ഇപ്പോ നമ്മളോട് ഇങ്ങോട്ട് പിന്നെ കുല്ലുള്ളാഹു പഠിപ്പിച്ചിരുന്നു. ഇത് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, ഇനിയും വായിക്കണ്ട. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നെയും വായിക്കാം. ഇനിയോ ഇവർക്ക് അള്ളാഹിനെ സംബന്ധിച്ച് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമല്ല, ഇവർക്ക് ഇബ്ലീസിനെ പറ്റിയുള്ള വിശ്വാസം എന്താ അറിയും? അള്ളാഹിന്റെ വിശ്വാസം ഏതായാലും പോഴാണ്. ഇബ്ലീസിനെ പറ്റിയുള്ള വിശ്വാസം എന്താ വെച്ചാൽ, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞെന്താ അറിയോ? ഇതാ, ഇബ്ലീസിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഇബ്ലീസിന്റെ കഥ നിങ്ങൾ കേട്ടോ എവിടെയെങ്കിലും? ഈ കഥ എവിടെയും കേൾക്കൂല. ഇത് സമസ്തക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ കഥ, ഇബ്ലീസിന്റെ കഥ. കാരണം ഓന്റെ അനുയായികൾക്ക് മാത്രമല്ലേ ഓരോ കഥ അറിയുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. എന്താ ഇബ്ലീസിന്റെ കഥ അറിയോ? അള്ളാഹു മുഹമ്മദ് നബിയുടെ അസ്തിത്വത്തെ തന്റെ പരമസത്തയിൽ നിന്നും പടച്ചു. ഉന്നത മലക്കുകൾ അള്ളാഹു പഠിച്ചത് തന്റെ സൗന്ദര്യ ഗുണങ്ങളും തേജസ്സും നേർവഴി എന്ന നിലയുള്ള മുഹമ്മദ് നബിയുടെ സത്തയിൽ നിന്നാണ്. ഇക്കാര്യം മുമ്പ് ഇബ്ലീസിനെയും അനുയായികളെയും അള്ളാഹു പഠിച്ചത് തന്റെ മഹത്വവും അന്ധകാരവും ദുർമാർഗവും വെളിപ്പെടുത്തുന്ന നിലക്ക് മുഹമ്മദ് നബിയുടെ അസ്തിത്വം തന്നെ. കേട്ടണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അള്ളാഹു ഇബ്ലീസിനെ ഉണ്ടാക്കിയത്. ആ കഥ നിങ്ങൾ എവിടെ കേട്ടണോ? ഇതൊന്നും വായിക്കാൻ പറ്റാത്ത കിതാബാണ്. അതൊക്കെ തൊട്ടാല് 10 ഓതെടുക്കേണ്ടി വരും. അങ്ങനത്തെ കിതാബ് ഇതൊക്കെയാണ് സമസ്തക്കാരെ വിശ്വാസം. എന്നിട്ടോ ഇതെന്താ അറിയോ? ഇത് സമസ്ത ഹാഷിം നഈമി എന്ന് പറയുന്ന ആൾ ഔദ്യോഗികമായി എഴുതിയ പുസ്തകമാണ്. ഇതിൽ ഇയാൾ പറയും ഇബ്ലീസിനെ പറ്റി. ഇയാൾ പറഞ്ഞല്ലോ ഇനി ഇബ്ലീസിനെ പറ്റി വേറെ നോണ. എന്താ അറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണ്. ഇബ്ലീസിന്റെ പേരിലും വേണം. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇപ്പൊ സമസ്തന്റെ വിശ്വാസം. കേട്ടില്ലേ? ഇങ്ങനെ സഹോദരന്മാരെ, അള്ളാഹുള്ള വിശ്വാസത്തിൽ തനിച്ച കുഫ്രിയത്തും ജഹമിയത്തും സൂഫിയത്തും അതുപോലെ തന്നെ പിഴച്ച എല്ലാ വിശ്വാസവും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ അഹ്ലുസുന്നന്റെ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ കുൽഹുല്ലാഹു പഠിച്ചോളി, നിങ്ങളുടെ വിശ്വാസം കുൽഹുല്ലാഹുവിനെതിരാണ്. ഞങ്ങളും വളരെ സ്നേഹത്തോടു കൂടി സമസ്തക്കാർ പറയുന്നു, നിങ്ങൾ അഹ്ലുസുന്നയുടെ അഖീദ പഠിക്കുക, ഇമാമിയുടെ കിതാബ് പഠിക്കുക, അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുക, ഇമാരിയ ഖുറാഫാത്തും ഇബ്ലീസിന്റെ കിതാബൊക്കെ
നിങ്ങൾ ഒഴിവാക്കി വെക്കുക.